ഭാഗ്യവതി എന്ന് മറിയത്തെ പ്രകീർത്തിക്കുന്ന തലമുറ ബൈബിളിൽ പറയുന്ന നമ്മളാണ്. സർക്കസ് കൂടാരത്തിലെ കോമാളിയായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാളുടെ മെയ്വഴക്കം കൊണ്ട് ആ നാട്ടിൽ വല്ലാത്ത പേരാണ് അയാൾക്ക്. എവിടെ വന്ന് ഈ സർക്കസ് കൂടാരം തമ്പടിച്ചാലും ആ നാട്ടിലെല്ലാം വലിയ പേരാണ് ആ കൂട്ടർക്ക്. ആ പേരുണ്ടാകുന്ന ഈ ഒരൊറ്റ ആൾ മൂലമാണ് പ്രധാനമായി. ഈ കോമാളിയുടെ പ്രത്യേകത അയാളുടെ പന്ത് കൊണ്ടുള്ളൊരു കയ്യാങ്കളിയാണ്. അയാൾ വേദിയിൽ വന്നാൽ അയാളുടെ കയ്യിലേക്ക് ഒരു പന്ത് എവിടെ നിന്നോ എറിഞ്ഞു കിട്ടും. ആ പന്ത് ഇയാൾ തട്ടി കളിക്കും. ഒരു കൈ കൊണ്ട് മാത്രമല്ല, അത് നെറ്റിയിലും നെഞ്ചത്തും എല്ലാം തട്ടി കളിക്കും. അത് കണ്ട് ജനം മുഴുവൻ വലിയ ആഘോഷമായി കൈയടിച്ചു തുടങ്ങും. ഒരാൾക്ക് പറ്റാത്ത കാര്യമാണ്. അങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്ന ആളുകളെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പന്ത് കൂടി അവിടേക്ക് വരും. ഈ രണ്ട് പന്തും ഇയാൾ വലിയ ആഘോഷമായി തട്ടിക്കളിക്കാൻ തുടങ്ങും. അതുകൊണ്ടും തീർന്നില്ല. മൂന്നാമതൊരു പന്ത്, അതും അയാൾക്ക് തിരിയല്ല, എടുത്തിട്ട് 3 പന്തും തട്ടി. പറ്റുന്ന കാര്യമല്ലല്ലേ, 3 പന്തും തട്ടി നെഞ്ചും കാലും കൈമുട്ടും എല്ലാമായി. അതുകൊണ്ടും തീർന്നില്ല. 4, 5, 6 എത്ര പന്ത് കയ്യിൽ കിട്ടിയാലും അതെല്ലാം ആകാശത്ത്, ഒരെണ്ണമല്ലാത്തതെല്ലാം ഒരെണ്ണം കയ്യിലും. ആ വിധത്തിൽ വലിയ ആഘോഷമായി ആ പ്രദേശത്ത് മുഴുവൻ ഓടിച്ചാടി നടന്ന ഈ മനുഷ്യൻ നടന്നു. അതുകൊണ്ട് വലിയ പേരാണ്. എന്നാൽ ഇയാളുടെ മെയ്വഴക്കമൊക്കെ അവസാനിച്ചു. പ്രായം വർദ്ധിക്കുന്നു. അയാൾക്ക് ഇതുപോലെ തട്ടിക്കളിക്കാനാവാത്ത സ്ഥിതി വന്നു. അങ്ങനെ ഇയാളെ കൊണ്ട് ഉപയോഗമില്ലാതായപ്പോൾ സർക്കസ് കൂടാരത്തിൽ നിന്ന് അയാൾ പുറത്താക്കപ്പെട്ടു. ഈ ദൈനംദിന ചിലവിനുള്ളത് മാത്രമാണ് അയാൾക്ക് കൊടുത്തിരുന്നത്. കൊണ്ട് മിച്ചമായിട്ടൊന്നും കൈകളില്ല. ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ. അയാൾക്ക് വലിയൊരു ആഗ്രഹം. ആ സർക്കസ് കൂടാരത്തിൽ പലപ്പോഴും വന്ന് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആബട്ട്, ഒരു സന്യാസ ശ്രേഷ്ഠൻ, അവിടെ അടുത്ത് തന്നെയാണ് ആശ്രമം. അവിടുത്തെ സന്യാസികളുടെ പ്രത്യേകത, അവിടെ അംഗമായി തീർന്നാൽ പിന്നെ മരിക്കും വരെ അവിടെയാണ് കുഴിച്ചിടുന്നത്. അങ്ങനെയാണ്. ഒരുപാട് സന്യാസികളുണ്ട്. അത്തരം പഴയകാല സന്യാസ രീതിയാണ്. ഇന്നും അതുണ്ട് ചിലയിടത്ത്. അപ്പോൾ ഇയാൾക്കൊരാഗ്രഹം, ഇനി ശിഷ്ടജീവിതം ഈ സന്യാസാശ്രമത്തിൽ എങ്ങാനും കഴിച്ചു കൂട്ടാം. അങ്ങനെ ഒരു ദിവസം ഈ ആശ്രമത്തിൽ ചെന്ന് അതിൻ്റെ ആശ്രമ ശ്രേഷ്ഠനെ കണ്ട് സങ്കടം പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു, എന്നെ കൊണ്ട് അവർക്ക് ഉപകാരമില്ല, അതുകൊണ്ട് ഇനി ശിഷ്ടജീവിതം എനിക്ക് മിച്ചമായി ഒന്നും കയ്യിലില്ല, ഇവിടെ കൂടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹം അറിയിച്ചു. ആബട്ട് പറഞ്ഞു, അങ്ങനെ ഒരു രീതി നമുക്കില്ല. ഇവിടെ ബാല്യം മുതൽ വന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. വാർദ്ധക്യത്തിൽ മാത്രം എത്തുന്ന ആൾക്ക് ഈ ആശ്രമത്തിൽ കാര്യമായി ഒന്നും സംഭാവന ചെയ്തിട്ടില്ലല്ലോ, അത് സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇയാളുടെ കോമാളിത്തനമൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും ഇയാളുടെ ഒരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടും അയാൾ അവിടെ അംഗത്വം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ചു. മറ്റ് ആശ്രമ അംഗങ്ങളോട് ആലോചിച്ചപ്പോൾ എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, പറ്റില്ല. നമ്മൾ ചെറുപ്പകാലത്ത് മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണിത്. അനുഭവിക്കാൻ വേണ്ടി മാത്രം ഒരു വൃദ്ധനെ ഇവിടെ ആക്കുക ശരിയല്ല. എങ്കിലും ഇയാളുടെ ഒരു ആഗ്രഹം എന്ന വിധത്തിൽ അവരോട് പറഞ്ഞു, നമുക്ക് ഒരു പരീക്ഷണാർത്ഥം അയാളെ നമ്മുടെ ഭാഗമാക്കാം, ഇവിടെ ശിഷ്ടജീവിതം കഴിച്ചു കൊള്ളട്ടെ, അധികം കാലമൊന്നും ജീവിച്ചിരിക്കില്ല. അങ്ങനെ ഈ ആബട്ടിന്റെ, സന്യാസ ശ്രേഷ്ഠന്റെ നിർബന്ധപ്രകാരം അയാൾക്ക് അവിടെ സ്ഥാനം കൊടുക്കുന്നു. എല്ലാവരും, മറ്റ് സന്യാസികളൊക്കെ വൈകുന്നേരങ്ങളിൽ ഓരോ ജോലിക്കായി തോട്ടവും മറ്റു കാര്യങ്ങളായി നനയ്ക്കാനും വളമിടാനും ഒക്കെ ആയി പോവും. പല കഠിനാധ്വാനങ്ങളുണ്ട്. ഈ മനുഷ്യൻ മാത്രം ഇതെല്ലാം കണ്ടു നടക്കും. മറ്റുള്ളവർക്ക് അരിശമാണ്. എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്തി ഇയാളെ പുറത്താക്കണമെന്ന് എല്ലാ യുവ സന്യാസികളും ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരാൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാളുടെ എന്തെങ്കിലും കുറവ് കണ്ടെത്തി ഇയാളെ പറഞ്ഞയക്കാൻ സന്യാസ ശ്രേഷ്ഠനെ സമീപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു ഇടനാഴിയിലൂടെ താഴേക്കിറങ്ങവേ ഈ വൃദ്ധൻ ഒരു ഒഴിഞ്ഞുകിടക്കുന്ന മുറി, ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണ്, ഇരുട്ടാണ്. അവിടെ ഈ ചിലന്തി വലയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ആരും കയറിയിട്ട് നാളുകൾ കുറേയായി. ഇയാൾ പതുക്കെ അതിൻ്റെ വാതിലുകളൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് പഴയ കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഈ മെഴുതിരിക്കാല്, ധൂപക്കുറ്റി, ഉപേക്ഷിക്കപ്പെട്ടതാണ്. പഴയ ചില പ്രതിമകൾ, ഇതെല്ലാം ഇങ്ങനെ ചിന്ന ഭിന്നമായിട്ട് അവിടെ കിടപ്പുണ്ട്. ഇയാൾക്ക് വലിയ കൗതുകമായി. ഇയാൾ ഓരോന്ന് നോക്കി നോക്കി വന്നപ്പോൾ വളരെ മനോഹരമായ ഒരു മാതാവിൻ്റെ പ്രതിമ. അത് ഇയാൾക്ക് എന്താണെന്നൊന്നും അയാൾക്കറിയില്ല കേട്ടോ. അയാളത് ഒരു സ്ത്രീ രൂപമാണ്, എടുത്ത് നിർത്തി. അപ്പോൾ കൈവശം ഒരു കുഞ്ഞ് പന്ത് പിടിച്ചിരിക്കുന്ന, ഭൂഗോളം അത് പിടിച്ചിരിക്കുന്ന ഒരു രൂപ. പക്ഷേ കൈവശമുള്ള കുഞ്ഞിൻ്റെ കയ്യിലെ പന്തൊക്കെ താഴെയാണ്, അടർന്നുപോയി. ഇയാളെ ഈ പ്രതിമ എടുത്ത് തൂത്ത് വൃത്തിയാക്കി ചിലന്തിയൊക്കെ മാറ്റി അവിടെ നിർത്തിയിട്ട് അതിൻ്റെ മുന്നിൽ ഈ ഉണ്ണീശോയുടെ കയ്യിലുണ്ടായിരുന്ന പന്ത് താഴെ കിടപ്പുണ്ടല്ലോ, അതെടുത്ത് ഇയാൾക്ക് ആകപ്പാടെ അറിയാവുന്ന കാര്യം, പ്രാർത്ഥനയൊന്നും അയാൾക്കറിയില്ല. അയാൾ ഈ രൂപത്തിൻ്റെ മുന്നിൽ ഈ ചെറു പന്തെടുത്ത് തട്ടാൻ തുടങ്ങി. പന്തെടുത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കവേ ഇയാൾക്ക് പതിവിന് വിരുദ്ധമായ ഒരു ഉന്മേഷം കിട്ടി. ഹായ്,
സർക്കസ് കൂടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എനിക്ക് മെയ്വഴക്കം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് പന്ത് തട്ടാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു ആത്മധൈര്യം. അയാൾക്ക് കൂടുതൽ കൂടുതൽ ആഘോഷത്തോടെ അത് തട്ടാനിടയായി. അയാൾ എല്ലാം മറന്ന് തട്ടിക്കളിക്കാൻ തുടങ്ങി. വലിയ ചെറുപ്പത്തിൽ എന്നതുപോലെ അയാൾ പന്ത് തട്ടി അയാൾ കുഴഞ്ഞ് മറിഞ്ഞതുപോലെ തട്ടി. ഇതൊരു ചെറുപ്പക്കാരൻ സന്യാസി കണ്ടു. പുറത്താക്കാനുള്ള നല്ല പഴുതായി മനസ്സിലാക്കി അയാൾ ഓടിച്ചെന്ന് ആബട്ടിനെ സന്യാസ ശ്രേഷ്ഠനെ വിളിച്ചുകൊണ്ട് വന്നു. പെട്ടെന്ന് വന്നേ, ഈ കോമാളി കാണിക്കുന്നതെന്ന് കണ്ടില്ലേ? അവനിവിടെ ഓരോ കൊപ്രായങ്ങൾ കാണിച്ചു തുടങ്ങും. വരും വന്നു. ആ ജനലിലൂടെ സന്യാസ ശ്രേഷ്ഠൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അയാൾ വല്ലാതെ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞ്, പിന്നെ സാവധാനത്തിൽ അയാൾ കുഴഞ്ഞു വീണു അവിടെ. അപ്പോൾ ഇവരുടെ മുഴുവനും ധാരണകളെ തെറ്റിച്ചുകൊണ്ട് അവിടെ നടന്ന സംഭവം ഇതാണ്. ഈ സന്യാസ ശ്രേഷ്ഠനും യുവസന്യാസിയും ജനലിലൂടെ കാത്തു നോക്കി നിൽക്കവേ കുഴഞ്ഞു വീണ് കിടക്കുന്ന ഈ കോമാളി, മാതാവ് തൻ്റെ കയ്യിലിരുന്ന്, പ്രതിമയാണെന്ന് ഓർക്കണം, കയ്യിലിരുന്ന ഉണ്ണീശോയെ താഴെ നിർത്തിയിട്ട് മാതാവ് പതുക്കെ നടന്ന് ഈ കുഴഞ്ഞു കിടക്കുന്ന കോമാളിയുടെ അടുത്ത് വന്നു. പതുക്കെ കുനിഞ്ഞ് അയാളുടെ നെറ്റിയിൽ ചുംബിച്ച് എഴുന്നേറ്റ് പോയി ആ ഉണ്ണീശോയെ വീണ്ടും അടുത്തൊക്കത്ത് ഇരുത്തി അവിടെ നിന്നു. ഈ കാഴ്ച ഈ ആബട്ടും സന്യാസിയും കാണുകയാണ്. പെട്ടെന്ന് ഇവർക്ക് അത്ഭുതമായി. പിന്നീട് അവർ ഇത് രഹസ്യമായി സൂക്ഷിക്കുകയും ഈ കോമാളിയെ പിന്നീട് സന്യാസ ശ്രേഷ്ഠൻ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾ യഥേഷ്ടം ഉള്ള കാലം മുഴുവനും അത് അംഗീകാരത്തോടുകൂടി, ഒളിച്ചു കളിച്ചല്ല, ഈ ആശ്രമത്തിന്റെ മുഴുവൻ പിന്തുണയോടെ നീ നിന്റെ ദൗത്യം തുടർന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പന്ത് തട്ടിക്കളിക്കൽ എന്ന് പറയുന്നത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയാണ്. സന്യാസ ഭവനത്തിന്റെ ആവശ്യമായി ഏറ്റെടുക്കുക. അത് തുടർന്നു. കാലങ്ങൾ കഴിഞ്ഞു. ആ കോമാളി മരണപ്പെട്ട ദിനം അവിടെ പ്രത്യേക ഉപചാരങ്ങളെല്ലാം കൊടുത്ത് അയാളെ യാത്രയാക്കുകയാണ്. ശവം കിടത്തി പ്രാർത്ഥനകൾ നടത്തുന്നു. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രധാന സന്യാസി ആബട്ട് സന്യാസ ശ്രേഷ്ഠൻ അവിടെ വന്ന് ഒരു കാഴ്ച കാണുന്നു. പ്രാർത്ഥനയ്ക്ക് മധ്യേ ഈ കിടക്കുന്ന കോമാളിയുടെ അടുത്തേക്ക് എവിടെയോ നിന്ന് മാതാവ് നടന്നു വരുന്നതായി ഈ സന്യാസ ശ്രേഷ്ഠന് മാത്രം കാഴ്ചയിൽ കിട്ടുന്നു. അയാൾ കാണുന്നത് ഇതാണ്. മാതാവ് പതുക്കെ നടന്ന് ഈ കോമാളിയുടെ അടുത്ത് ആ ശവത്തിനടുത്ത് വന്ന് നെറ്റിയിൽ ചുംബിച്ച് വന്ന വഴി മടങ്ങിപ്പോകുമ്പോൾ ഇയാൾ മനസ്സിലാക്കുന്നു, ഈ കോമാളിയുടെ ആത്മാവിനെയും കൊണ്ടാണ് സ്വർഗതീർത്ഥങ്ങളിലേക്ക് എന്ന പോലെ മറിയം നടന്നു കയറുന്നത്. ഈ നടന്നു പോകുന്ന പോക്കിൽ മറിയം ഒന്ന് വെട്ടിത്തിരിഞ്ഞ് കണ്ണോടിച്ച് ഈ സന്യാസ ശ്രേഷ്ഠനെ നോക്കുന്നതായി അയാൾ കണ്ടു. അതിലൊരു ശാസനയുള്ളതായി അയാൾ മനസ്സിലാക്കി. മറ്റൊന്നുമല്ല, ഈ ദൗത്യം നീ തുടരണം എന്ന് പറയുന്നത് പോലെ. ആ സന്യാസ ശ്രേഷ്ഠൻ അത് ദൗത്യമായി ശിരസ വഹിച്ചു. തുടർന്നുള്ള ശിഷ്ടജീവിതം, ആ സന്യാസിയുടെ ദൗത്യം ഇതാണ്. സന്യാസത്തിന്റെ ചിട്ടവട്ടപ്പെട്ട പ്രാർത്ഥനകൾക്ക് അപ്പുറം ഒരു കോമാളിത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവകൃപ. പാവപ്പെട്ട മനുഷ്യന്റെ നൊമ്പരങ്ങൾക്കും നെടുവീർപ്പുകൾക്കും മധ്യേ ദൈവത്തിന്റെ അനർഘളമായ കൃപ ഒഴുക്കിത്തരാൻ കെൽപ്പുള്ള അമ്മ. അതുകൊണ്ടാണ് നിരക്ഷരരുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന നമ്മുടെ ജപമാലയില്ലേ, അതിലൂടെയൊക്കെ എത്രമേൽ പ്രാർത്ഥനയുടെ തീർത്ഥങ്ങൾ അഭ്യസിച്ചിട്ടുള്ള ആളുകളുടെ പോലും പ്രാർത്ഥന മേഘം തുളച്ച് കയറാതിരിക്കുമ്പോഴും പാവപ്പെട്ട മനുഷ്യരുടെ നിരർത്ഥകങ്ങളെന്ന് തോന്നുന്ന ചില പുലമ്പലുകൾക്ക്, കോമാളിത്തരങ്ങൾക്ക് ദൈവകൃപ കൊണ്ടെത്തിത്തരാൻ സാധ്യതയുള്ള ഒരമ്മ നമുക്കുണ്ടെന്നറിയുക. ഈ സന്യാസി തുടർന്ന് ജീവിതാന്ത്യം വരെ ഈ പന്ത് തട്ടിക്കളി, അതാണ് ദൈവശാസ്ത്രപരമായി പഠിച്ച പ്രാർത്ഥനകളൊന്നുമല്ല, മാതാവിന്റെ മുന്നിൽ വന്നുള്ള പന്ത് തട്ടിക്കളി മാത്രമായി അയാളുടെ ആകപ്പാടെയുള്ള പ്രാർത്ഥന. എന്തിനധികം ഇതാണ്, ഈ സന്യാസിയാണ് പിന്നീട് കാലങ്ങൾക്കു ശേഷം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചരിത്രത്തിന് നമുക്ക് ക്രിസ്ത്യാനികൾക്ക്, വിശ്വാസികൾക്ക് പകർന്നു തന്ന ബെർണാദ്, വിശുദ്ധ ബെർണാദ്. ഹല്ലേലൂയ.